അപ്പോൾ നമുക്ക് ഈസി പീസി ആയിട്ടുള്ള കുക്കർ സാമ്പാർ തയ്യാറാക്കിയാലോ? അതിനുവേണ്ടി നമുക്ക് കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. ഞാനിവിടെ മത്തങ്ങ, ക്യാരറ്റ്, പൊട്ടറ്റോ, കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കഷ്ണങ്ങളാണ് അത് ഉപയോഗിക്കുക കേട്ടോ. ഇന്നത് വേണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ കഷ്ണങ്ങളെല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയേക്കാം കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു തക്കാളി, ഒരു 10-15 ചെറിയുള്ളി, ഒരു പകുതി സവാള. ഇപ്പോൾ ചെറിയുള്ളി നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ഇത്ര ഇട്ട് കൊടുക്കാം. കുക്കർ സാമ്പാർ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിലൊന്നും വഴറ്റി ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൂരപ്പരിപ്പാണ്. ഞാനിവിടെ അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1/2 ഗ്ലാസ് തൂരപ്പരിപ്പ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൂരപ്പരിപ്പ് അല്ലെങ്കിൽ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു കഷ്ണം കായമാണ്, മൊത്തത്തിലുള്ള കായം. നിങ്ങളുടെ അടുത്ത് ഇതുപോലെ മൊത്തത്തിലുള്ള കായ ഇല്ലാന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ്. പൊടികൾ എന്ന് പറഞ്ഞത് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ആദ്യം തന്നെ ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്ത് അതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം വളരെ പൊടിയാണ് കേട്ടോ ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അളവൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. നോർമൽ സാമ്പാർ രീതിയല്ല ഞാൻ ചെയ്യുന്നത്. നോർമൽ രീതികൾ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എളുപ്പപ്പണിയാണ് കേട്ടോ. വഴറ്റാതെ ഈസി ആയിട്ട് ഒറ്റയടിക്ക് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത് സംഭവം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. പുളി ആദ്യമേ തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറക്കരുത്. അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പുളിയുടെ അളവനുസരിച്ച് പുളി അനുസരിച്ച് വേണം അതിൻ്റെ അളവ് തീരുമാനിക്കാം കേട്ടോ. മാത്രമല്ല ഈ നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറയും പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പരിപ്പ് വേവില്ല എന്ന്. അത് കലത്തിലൊക്കെ വെക്കുമ്പോഴാണ്. ഇത് കുക്കറിൽ വെക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തൽക്കാലം 1 ടീസ്പൂൺ ഉപ്പ്. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ അതങ്ങ് ഓഫ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഒരു 2 വിസിലാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിടുക. അതിനുശേഷം പ്രഷറൊക്കെ പോയി കംപ്ലീറ്റ് ആവി പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്, പരിപ്പൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് വെണ്ടയ്ക്ക, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വെണ്ടയ്ക്ക വാട്ടി ചേർത്ത് കൊടുക്കാം, വാട്ടിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വെറുതെ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതെന്താണ് നിങ്ങൾ താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ. ഞാനിവിടെ വെറുതെയാണ് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. നന്നായി തിളക്കട്ടെ കേട്ടോ. അതിലോട്ട് നമുക്ക് ഉപ്പ് കുറവാണ്, അപ്പോൾ ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഒരു അല്പം മാത്രം ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് കാച്ചി ഒഴിക്കണം. കാച്ചി ഒഴിച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് തിളപ്പിക്കണം കേട്ടോ. കാരണം നമ്മൾ ഇതിലൊന്നും വഴറ്റിയിട്ടില്ല. അപ്പോൾ ആ പച്ചമുളക് മാറണമെന്നുണ്ടെങ്കിൽ കാച്ചി ഒഴിച്ചതിന് ശേഷം നന്നായി തിളപ്പിച്ച് ആ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്താൽ മാത്രം മതിയാവും. അഥവാ തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കണം. പക്ഷേ ഒരിക്കലും പച്ചവെള്ളം ചേർക്കാൻ പാടില്ല. നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിരിക്കുന്നു കാച്ചി ഒഴിക്കാം. കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സ്റ്റൗ വലുതായതുകൊണ്ട് വലിയ പാത്രം വെക്കേണ്ടതായിട്ട് വന്നു. അതാണൊരു കുഴപ്പം. ഇനി നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 നുള്ള് ഉലുവ, ഹോൾ ഉലുവ കേട്ടോ. അതിലോട്ട് ഒരു 3-4 വറ്റൽമുളക് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കറിവേപ്പില. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരു അല്പം ഉലുവയുടെ പൊടി, 1 നുള്ള് കായത്തിൻ്റെ പൊടി, 1 ടീസ്പൂണും കൂടെ സാമ്പാർ പൗഡർ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഓൺ ചെയ്യുക. വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ വെണ്ടയ്ക്ക് നന്നായി കുക്ക് ആയിക്കോളും കേട്ടോ. കാരണം വെണ്ടയ്ക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റോളം ആദ്യം തിളപ്പിച്ച് പിന്നെ നമ്മൾ കാച്ചി ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് വെണ്ടയ്ക്ക് നന്നായി കുക്ക് ആയിക്കോളും. അത് കുഴഞ്ഞു പോകില്ല. അപ്പോൾ നമ്മൾ കാച്ചി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വറ്റിക്കുക. ഒരു 5 മിനിറ്റോളെങ്കിലും തിളപ്പിച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് ആ നല്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നോർമൽ സാമ്പാറിൻ്റെ ആ രുചിയും മണവും ഒക്കെ ടേസ്റ്റൊക്കെ വരുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഇത്ര ഈസിയാണ്. അപ്പോൾ തിരക്കുള്ളവർ, ഓഫീസിൽ പോകുന്നവർ, വീട്ടിൽ കുട്ടികളുള്ളവർ, അല്ലെങ്കിൽ മടിയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി പീസി സാമ്പാറും റെഡി ആയിട്ടുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെയാണ് എൻ്റെ അമ്മ പണ്ട് ചെയ്തിരുന്നത്, സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരിക. ചേച്ചി വീഡിയോസ് ഇടുന്നത് നിങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യപ്രകാരമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും മറക്കരുതേ. സർജറിക്ക് മുന്നേ സാമ്പാർ പൊടി വീട്ടിലുണ്ടാക്കി വെക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ ഒന്നില്ലെങ്കിൽ ഈസ്റ്ററിൻ്റെ സാമ്പാർ പൊടി ഉപയോഗിക്കും, അല്ലെങ്കിൽ പൊൻകതിറിൻ്റെ സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പൊൻകതിറിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ. നാട്ടിൽ അവൈലബിൾ ആണ്. ദുബായിൽ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോഴാണ് കൊണ്ടുപോകാറുള്ളത്. ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല സാമ്പാർ പൊടിയാണേ.
അപ്പോൾ നമ്മുടെ സാമ്പാർ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 8 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. കാച്ചിയതിന് ശേഷം ഓഫ് ചെയ്യാം. ഇത്രയുള്ള പരിപാടി. രുചി നോക്കാൻ മറക്കരുത്. ഞാൻ രുചിച്ച് നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പും എരിവും പുളിയും എവിടെയോ ഒരു ശകലം ശർക്കര നമ്മൾ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈസി പീസി സാമ്പാർ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്